നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ പേര് ഇപ്പോൾ മധ്യസ്ഥ ശക്തിയായി ഉയരുകയാണ്. ഇത് രാജ്യത്തിന്റെ ആഗോള സ്വാധീനം എത്രമാത്രം ഉയർന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായി മാറുകയാണ്. വർഷങ്ങളായി വികസ്വര രാജ്യങ്ങളുടെ ശബ്ദം എന്ന നിലയിൽ ഇന്ത്യയെ ലോകം കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് യുദ്ധവും സമാധാനവും നിർണ്ണയിക്കുന്ന ചർച്ചകളിൽ പോലും ഇന്ത്യയെ അനിവാര്യ ശക്തിയായി കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശനയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ US ഇറാൻ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാനേക്കാൾ നന്നായി ഇന്ത്യക്ക് മധ്യസ്ഥത വഹിക്കാനാകുമെന്ന് റഷ്യയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനായി ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാൻ ഇടപെടുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ ഇന്ത്യയാണ് കൂടുതൽ അനുയോജ്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വിപുലമായ നയതന്ത്ര പരിചയം ഇതിന് വലിയ കരുത്താകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ആഭ്യന്തര അസ്ഥിരതയും താലിബാനുമായുള്ള തർക്കങ്ങളും പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ പരസ്യ പ്രസ്താവന. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ലാവ്റോവ് കൂടിക്കാഴ്ചയും നടത്തി. യുക്രൈൻ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള വിഷയങ്ങൾ ചർച്ചയിൽ വിഷയമായി. അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ ദീർഘകാല നയതന്ത്ര ഇടപെടലിനും സ്ഥിരതയ്ക്കുമായി ഇന്ത്യ ഏറ്റവും അനുയോജ്യമായ ശക്തിയായി റഷ്യ കാണുന്നുവെന്ന പരാമർശം വെറും നയതന്ത്ര സൗഹൃദമല്ല, ലോകശക്തികൾ ഇന്ത്യയുടെ നിലപാടിനെ എത്ര ഗൗരവത്തോടെ കാണുന്നുവെന്നതിന്റെ തുറന്ന അംഗീകാരം കൂടിയാണ്. ഇവിടെയാണ് മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ ശക്തി വ്യക്തമാകുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധം നിലനിർത്തുമ്പോൾ മറുവശത്ത് ഇറാൻ, റഷ്യ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവരുമായും ഇന്ത്യ ബന്ധം തകരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും സാധിക്കാത്ത ഈ സമതുലിത നയതന്ത്രം തന്നെയാണ് ഇന്ന് ഇന്ത്യയെ മധ്യസ്ഥനായി ലോകം കാണാൻ കാരണമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രിക്സ് വേദിയിൽ ഇന്ത്യ ഇപ്പോൾ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളെ കുറിച്ചുള്ള കടുത്ത ഭിന്നതകൾക്കിടയിലും ചർച്ചകളെ പൂർണ്ണമായി തകരാൻ അനുവദിക്കാതെ എല്ലാ പക്ഷങ്ങളുമായും സംവദിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നത് തന്നെ വലിയ നയതന്ത്ര നേട്ടമായാണ് വിലയിരുത്തേണ്ടത്. ഇതെല്ലാം യാദൃച്ഛികമായി ഉണ്ടായതല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മോദി സർക്കാർ സ്വീകരിച്ച വിദേശനയ സമീപനമാണ് ഇന്ത്യയെ ഈ നിലയിലേക്ക് ഉയർത്തിയത്. ആദ്യം ഇന്ത്യ അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യ എന്ന നയം പിന്തുടരുമ്പോഴും ലോക രാഷ്ട്രീയത്തിൽ എല്ലാ പക്ഷങ്ങളുമായും ബന്ധം നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യുദ്ധ സാഹചര്യങ്ങളിലും വിശ്വാസത്തോടെ സംസാരിക്കാവുന്ന ശക്തിയായി ഇന്ത്യയെ കാണുന്ന അവസ്ഥയിലേക്ക് ലോകം മാറി. അതേസമയം ഈ മധ്യസ്ഥ സാധ്യത ഇന്ത്യക്ക് വലിയ ഉത്തരവാദിത്വവും നൽകുന്നുണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്കടക്കമുള്ള പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് പശ്ചിമേഷ്യയിലെ സമാധാനം വെറും നയതന്ത്ര വിഷയം മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയുമായി ബന്ധപ്പെട്ട നിർണായക വിഷയമാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി കാണേണ്ടതുണ്ട്. ലോകം ഇപ്പോൾ ഇന്ത്യയെ പ്രതികരിക്കുന്ന രാജ്യം എന്ന നിലയിൽ മാത്രം കാണുന്നില്ല, മറിച്ച് പരിഹാരം കണ്ടെത്താൻ കൂടി കഴിയുന്ന രാജ്യം എന്ന നിലയിലേക്കാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ മാറിയിരിക്കുന്നത്. റഷ്യ പോലൊരു ആഗോള ശക്തി തുറന്നു പറഞ്ഞ് ഇന്ത്യയെ മധ്യസ്ഥനായി നിർദ്ദേശിക്കുന്നത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയത്തിന്റെ വലിയ തെളിവാണ്. ഒരിക്കൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പരിമിത സ്വാധീനമുള്ള രാജ്യമായി മാത്രം കണക്കാക്കിയ ഇന്ത്യ ഇന്ന് യുദ്ധവും സമാധാനവും സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഇനി അവഗണിക്കാനാകാത്ത നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാൻ വിഷയത്തിൽ ഇന്ത്യയുടെ പേര് ഉയരുന്നത് ലോകം ഇന്ത്യയെ എങ്ങനെ കാണുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനം കൂടിയാവുകയാണ്.